ഇസ്രായേൽ ഹമാസ് യുദ്ധം ആശങ്ക ഉയർത്തി തുടരുകയാണ്. വെടിനിർത്തൽ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു. ഗസയിൽ കനത്ത നാശമാണ് ഇസ്രായേൽ വിതയ്ക്കുന്നത്. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്നു. തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഉരസുന്നു. അങ്ങനെ ഒരു ലോകയുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഭയവുമാണ് ലോകത്തിനുള്ളത്. ഹമാസ് ബന്ദികളാക്കിയ 3-1 പേരും കനത്ത വ്യോമാക്രമണങ്ങളിലും മറ്റും കൊല്ലപ്പെട്ടു. എന്നിട്ടും ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തലിനായി രാജ്യത്തിനകത്തും പുറത്തും കനത്ത സമ്മർദ്ദം ഉയരുന്നുണ്ട്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്നും യുദ്ധം തുടരുമെന്നുമാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത്. 250ഓളം പേരെയാണ് ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയത്. ഇതിൽ നിരവധി പേരെ താൽക്കാലിക വെടിനിർത്തലിനിടെ വിട്ടയച്ചു. എന്നാൽ 120ഓളം പേർ ഹമാസിന്റെ പിടിയിൽ തന്നെ തുടരുകയാണ്. ഇവരിൽ 43 പേർ കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരണം. യുദ്ധവിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്ന് കടുത്ത എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന പുറത്തു വന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ രാജ്യത്തിനകത്തു നിന്നുള്ള പ്രതിഷേധത്തിലും നെതന്യാഹു ആകെ വെട്ടിലായിരിക്കുകയാണ്. ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇതാമർ ബെൻഗിവർ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി. US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ അഭ്യർത്ഥിച്ചതോടെ നെതന്യാഹു വഴങ്ങുന്നുവെന്ന സൂചന ഉയർന്നതിന് പിന്നാലെയാണ് ഘടകകക്ഷിയുടെ ഭീഷണി. സൗദി അറേബ്യ അടക്കം ഗൾഫ് രാജ്യങ്ങളും US പദ്ധതിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. അതിനിടെ ഗസയിൽ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 40 പേർ കൊല്ലപ്പെട്ടതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തെക്കൻ ഗസയിലെ റഫയുടെ നിയന്ത്രണം ഫലസ്തീന് വിട്ടുകൊടുക്കാതെ റഫ ഇടനാഴി വീണ്ടും തുറക്കാനാവില്ലെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. റഫ ഇടനാഴിയിലൂടെയാണ് ഈജിപ്ത് വഴി രാജ്യാന്തര സഹായങ്ങൾ ഗസയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ മാസമാണ് ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന റഫ അതിർത്തി മുഴുവനും ഇസ്രായേൽ സൈന്യം പിടിച്ചത്. ഇത് ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്.